ഹരേ കൃഷ്ണ. ഇനി നമുക്ക് പൂന്താനം നമ്പൂതിരിയുടെ ഒരു കഥ കേട്ടാലോ? പൂന്താനം നമ്പൂതിരി എല്ലാ മാസവും ഗുരുവായൂർ പോയി ഭഗവാനെ തൊഴുമായിരുന്നു. ഒരിക്കൽ തിങ്കൾ ഭജനത്തിനായി ഗുരുവായൂർക്ക് പുറപ്പെട്ടു പൂന്താനം നമ്പൂതിരി. പോകുന്ന വഴിയിൽ ഒരുപാട് കാടുകളും ഒക്കെ താണ്ടിയാണ് പൂന്താനം നമ്പൂതിരി ഗുരുവായൂരെത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ വാർദ്ധക്യാവസ്ഥ എത്തിയിട്ടും അദ്ദേഹത്തിന് ഭഗവാനെ കാണാതെ ഇരിക്കാൻ സാധിച്ചില്ല. ഭഗവാന്റെ ഒരു ഭാഗവതം പട്ടിൽ പൊതിഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൃഷ്ണ 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 എന്ന് ഉരുവിട്ട് അദ്ദേഹം നടക്കുകയായിരുന്നു. അങ്ങനെ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളോടുകൂടി നടന്ന് അദ്ദേഹം ആ കാടിനടുത്തെത്തിയപ്പോഴേക്കും നേരം ഒരുപാട് വൈകിയിരുന്നു. അദ്ദേഹത്തിന് ഭയമായിരുന്നിട്ടും അദ്ദേഹം ഭാഗവതം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ട് മുന്നോട്ട് നടന്നു. അപ്പോൾ അതാ വഴിയിൽ അദ്ദേഹത്തെ പിടികൂടാൻ കുറെ കള്ളന്മാരെത്തി. പട്ടിൽ പൊതിഞ്ഞിരിക്കുന്ന ആ വസ്തു കണ്ട് അത് മറ്റെന്തോ അമൂല്യമായ വസ്തുവാണെന്ന് കരുതി പൂന്താനം നമ്പൂതിരിയെ ആക്രമിക്കാൻ തുടങ്ങി കള്ളന്മാർ. കള്ളന്മാരെ കണ്ട് ഭയന്ന പൂന്താനം നമ്പൂതിരി അവിടെ നിന്ന് അരുതേ അരുതേ എന്ന് പറഞ്ഞ് കൃഷ്ണ 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 എന്ന് ഉറക്കെ വിളിച്ചു. യത്വരാ ദ്രൗപദീ ത്രാണേ യത്വരാ ഗജരക്ഷണേ മയ്യാർത്തേ കരുണാമൂർത്തേ സത്വരാക്വ ഗദാഹരേ എന്ന് പൂന്താനം നമ്പൂതിരി അവിടെ നിന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു. ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്: ദ്രൗപദിയെ രക്ഷിച്ചാ ത്വര, ഗജേന്ദ്രമോക്ഷ സമയത്ത് ഗജേന്ദ്രനെ രക്ഷിച്ചാ ത്വര, അതെവിടെ ഭഗവാനെ? ആ ത്വര എവിടെ? എന്നെ എന്തുകൊണ്ടാണ് അങ്ങ് തിടുക്കത്തിൽ വന്ന് രക്ഷിക്കാത്തത് എന്ന് ചോദിച്ച് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് പൂന്താനം നമ്പൂതിരി. അപ്പോൾ അതാ ദൂരെ നിന്ന് കുതിരയുടെ ശബ്ദം. ആരാണ് വരുന്നത്? മങ്ങാട്ടച്ഛൻ കുതിരപ്പുറത്ത് വരുന്നതാണ്. മങ്ങാട്ടച്ഛനെ കണ്ടതും കള്ളന്മാരെല്ലാം പേടിച്ച് നാലുപാടെയും ഓടി. മങ്ങാട്ടച്ഛൻ വന്ന് രക്ഷിച്ചത് കണ്ട് പൂന്താനത്തിന് ഒരുപാട് സന്തോഷമായി. പൂന്താനം നമ്പൂതിരി മങ്ങാട്ടച്ഛനോട് നന്ദി പറഞ്ഞ് തന്റെ കയ്യിൽ കിടന്ന ഒരു മോതിരം എടുത്ത് മങ്ങാട്ടച്ഛന് സമ്മാനിക്കുകയാണ്. എത്ര വേണ്ട എന്ന് പറഞ്ഞിട്ടും പൂന്താനം നമ്പൂതിരി അദ്ദേഹത്തോട് പറയുകയാണ്: എന്നെ രക്ഷിച്ച അങ്ങേക്ക് ഞാൻ ഇതെങ്കിലും തരണ്ടേ എന്ന് പറഞ്ഞ് ആ മോതിരം മങ്ങാട്ടച്ഛനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ സുരക്ഷിതമായി ഗുരുവായൂരിലേക്ക് പോകാൻ മങ്ങാട്ടച്ഛൻ സഹായിക്കുകയാണ്. പിറ്റേന്ന് നിർമ്മാലയം തൊഴാനെത്തിയ പൂന്താനം നമ്പൂതിരിയെ കണ്ട് അകത്തു നിന്ന് വന്ന മേൽശാന്തി പൂന്താനം നമ്പൂതിരിയോട് പറയുകയാണ്: ഇതാ അങ്ങയുടേതാണ് ഈ മോതിരം. ഇത് കണ്ട് പൂന്താനം നമ്പൂതിരി അത്ഭുതപ്പെടുകയാണ്. ഇത് ഞാൻ ഇന്നലെ മങ്ങാട്ടച്ഛന് കൊടുത്ത മോതിരമാണല്ലോ. അപ്പോൾ മേൽശാന്തി പറയുകയാണ്: ഇന്നലെ സ്വപ്നത്തിൽ ഭഗവാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ നട തുറക്കുമ്പോൾ എൻ്റെ വിഗ്രഹത്തിൽ ഒരു മോതിരമുണ്ടാകും. അത് പൂന്താനത്തിൻ്റെതാണ്. അദ്ദേഹം വരുമ്പോൾ അത് അദ്ദേഹത്തെ ഏൽപ്പിക്കുക. ഇത് കേട്ട് ഭക്തജനങ്ങളും പൂന്താനവും ഒരുപോലെ സന്തോഷത്തോടെ കണ്ണീരൊഴുക്കി. അവർക്ക് മനസ്സിലായി മങ്ങാട്ടച്ഛനായി വന്നത് മറ്റാരുമല്ല, പൊന്നുണ്ണി കണ്ണനാണ്. വിശ്വസിച്ച് വിളിക്കുന്ന ഭക്തന്റെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ടാവും, ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. എല്ലാവരും ഉറച്ചു വിളിച്ചോളൂ ഭഗവാനെ. ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. ഹരേ കൃഷ്ണ. ഗോഡ് ബ്ലെസ്.